ഡ്രഗ്സിനൊക്കെ അടിമപ്പെടുന്നവരുണ്ട്. പിന്നെ ചെറിയ കാര്യത്തിനൊക്കെ ഡിപ്രഷൻ ആത്മഹത്യയുടെ വക്കീലൊക്കെ എത്തുന്നവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മൾ ദൈവത്തെ അറിഞ്ഞ് നമ്മൾ ആരും കർത്താവിൽ നിന്ന് അകന്നു പോകല്, പിന്മാറിപ്പോകാൻ ഇടാക്കല്ല. ദൈവം നമ്മളെ നമ്മുടെ യൗവനം പുതുക്കി ജീവിക്കാൻ നമുക്ക് ദൈവം കൃപ തരണം. നമ്മുടെ യൗവനം ഒരിക്കലും തുച്ഛീകരിക്കാൻ ഇടയാക്കരുത്. അതുപോലെ ഇങ്ങനെ അവരെയൊക്കെ ദൈവം അവരോട് സംസാരിച്ച് കർത്താവിലേക്ക് കൊണ്ടുവരാൻ ദൈവം ഇടയാക്കണം. ഇതിനെല്ലാം ഓർത്ത് സാർ ചേച്ചി പ്രാർത്ഥിക്കാവോ? Oh Lord, Heavenly Father, oh Lord, thank you, Lord, for this day you've given us, oh Lord. Thank you, Lord, for this opportunity, oh Lord, to gather once again as a guy meeting into your mighty hands, oh Lord. Oh Lord, I submit, oh Lord, prayer requests into your hands, oh Lord, especially, oh Lord. I pray for the youth, oh Lord. Oh Lord, during this time, oh Lord, many, oh Lord, of the youth, oh Lord, are turning back from you, oh God. Oh Lord, I pray for, oh Lord, that there'll be a spiritual revival, oh Lord, among our youth, oh Lord, that they come back to you, oh Lord. All those people, oh Lord, who have forgotten about you, oh Lord, and gone back from you, oh Lord, I submit them into your hands, oh Lord. Oh Lord, let them, oh Lord, realize, oh Lord, your love for them, oh Lord. Let them know, oh Lord, you are the true God, oh Lord. I submit all those people into your hands, especially, oh Lord, I pray for all those depressed, oh Lord, due to whatever reason, oh Lord. Oh Lord, I pray for all those who are, oh Lord, under suicidal tendencies, oh Lord, I submit them into your hands. I pray for those who are addicted to drugs, oh Lord, to alcohol, to smoking, oh Lord, all those people, oh Lord, I submit into your hands, oh Lord. Oh Lord, let them, oh Lord, know you, oh Lord, more than anything else, oh Lord. Oh Lord, let them know that the things of this world, oh Lord, are worldly, oh Lord, and they don't last, oh Lord. Only your love and your peace last forever, oh Lord. I submit all these people into your hands, oh Lord. Oh Lord, thank you, oh Lord, for hearing my prayers, oh Lord. All this I ask, oh Lord, in your mighty name. Amen. ആമേൻ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ്. ആർക്കുമില്ലെന്ന് വിശ്വസിക്കുന്നു. ഇനി ടെസ്റ്റ് മണി പറയാനായിട്ട് കെവിൻ അച്ചാച്ചനെ ക്ഷണിക്കുന്നു. താങ്ക് യു മെർലിൻ. സോ എല്ലാവർക്കും എന്നെ കേൾക്കാമോ? ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും റിപ്ലൈ? ക്യാൻ യു ഹിയർ മീ? ഓക്കെ, കേൾക്കാം. ഓക്കെ ഫൈൻ. സോ ഷോൺ എന്നോട് ഇന്ന് ഇങ്ങനെ പറഞ്ഞു, വി വാണ്ട് ടു ഹിയർ എ ടെസ്റ്റ് മണി ഓഫ് കെവിൻ അച്ചാച്ചൻ. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. സോ നിങ്ങളാരും എന്നെ നേരിട്ട് കണ്ടിട്ടില്ല, എക്സെപ്റ്റ് ഐ തിങ്ക് ജോബി അങ്കിൾ മാത്രമേ ഉള്ളൂ ഹു അമംഗ് ദിസ് ഗ്രൂപ്പ് ഹു ഹാസ് സീൻ മീ ഫേസ് ടു ഫേസ്. സോ കാണാത്തൊരാളൊരു ടെസ്റ്റ് മണി പറഞ്ഞാൽ അത് എത്രയും മാത്രം എഫക്റ്റീവ് ആകുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് എന്നിരുന്നാലും ഞാൻ എൻ്റെ ടെസ്റ്റ് മണി ഐ എം വില്ലിങ് ടു ഷെയർ മൈ ടെസ്റ്റ് മണി ഹിയർ. സോ ഞാൻ ആത്മജ്യോതി വന്നപ്പോൾ, സോ ഇറ്റ് വാസ് ഇൻ ദി ഇയർ 2012. സോ അന്നേരം ജോയിൻ ചെയ്തപ്പോൾ ഐ വാസ് നോട്ട് മച്ച് ഓഫ് എ സ്പിരിച്വൽ പേഴ്സൺ. സോ 12th കഴിഞ്ഞിട്ട് അലോട്ട്മെൻറ്റ് കിട്ടി, ഇവിടെ വന്നു. ഐ വാസ് നോട്ട് മച്ച് സ്പിരിച്വൽ ദാറ്റ് ടൈം ബിക്കോസ് അത്രയും കാലം ഞാൻ ജീവിച്ച കാര്യങ്ങളൊക്കെ ഇറ്റ് വാസ് നോട്ട് മച്ച്, യു കഡ് സേ ഇറ്റ് ഇസ് ലൂക്ക് വാം. അതായത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, രണ്ട് തോണിയിൽ യാത്ര ചെയ്യുന്നൊരു വ്യക്തിയില്ല, അതുപോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു വെൻ ഐ കെയിം ടു AJC. സോ അന്നേരം വെൻ ഐ കെയിം ടു അമൽജ്യോതി, ഞാൻ ഗൈ ഗ്രൂപ്പിനെ പറ്റി അറിഞ്ഞിട്ടില്ല ഫസ്റ്റ് ഇയർ ഞാൻ വന്നപ്പോൾ. ദ തിങ് വാസ് ലൈക്ക് അന്നേരം ദർ വാസ് എ മെനി, ഇപ്പോഴും അതുണ്ട്, ദർ വാസ് എ വെരി ഫേമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ അമൽജ്യോതി വിച്ച് ഇസ് ഈവൻ ആക്റ്റീവ് നൗ, വിച്ച് ഇസ് ദ ജീസസ് യൂത്ത്, JY. സോ അന്നേരം JY വെൻ ദ കെയിം ഫസ്റ്റ് ഇയർ, ഞങ്ങൾ ജൂലൈ ജോയിൻ ചെയ്തു. ഓഗസ്റ്റ് ബിഗിനിങ് ഒക്കെ ആയപ്പോൾ ദേ ഹാഡ് വൺ ഔട്ട്റീച്ച് meeting. So they called all the first years, എല്ലാവരെയും വിളിച്ചു കൂട്ടി. They had one big ceremony in the RB ബ്ലോക്കിലുള്ള auditorium, and അതൊരു വലിയൊരു ബിഗ് സെറമണി, ആൻഡ് they brought all these activities, games, fun, joy എല്ലാം കൂടെ കൊണ്ടുവന്നു. and they were like, അന്നേരം I was very intrigued, oh this is how we become spiritual. കുറേ and there was a thing like അവിടെയുള്ള ലീഡേഴ്സ് എല്ലാം they were all widely accepted. എല്ലാവരും അറിയുന്ന ലീഡേഴ്സാണ്, ടീച്ചേഴ്സും എല്ലാവരും അവരെ ഒരു പോപ്പുലർ സ്റ്റാർസായിട്ട് കണക്കാക്കിക്കൊണ്ടിരുന്ന ആൾ. സോ ഞാനും വിചാരിച്ചു അന്നേരം എനിക്ക് ഒന്ന് JYയിൽ ഒന്ന് ജോയിൻ ചെയ്യണം. ഐ വിൽ ജോയിൻ ജീസസ് യൂത്ത്, സോ ഐ ക്യാൻ ബി ഓൾസോ ബി എ ഗുഡ് ഒരു പബ്ലിക് ഫേസ്. ആ ഒരു കോൺസെപ്റ്റിൽ ഐ ജോയിൻ JY ജീസസ് യൂത്ത്. ഐ ജോയിൻഡ്, ആൻഡ്
ആ ഒരു ഔട്ട്റീച്ച് സെറമണി കഴിഞ്ഞിട്ട് ഔട്ട്റീച്ച് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഐ സ്റ്റാർട്ടഡ് അറ്റൻഡിങ് ദി ഹോസ്റ്റൽ പ്രേയേഴ്സ് ഓഫ് ജീസസ് യൂത്ത്. ബട്ട് ദെൻ maybe 1 or 2 months down the line I started realizing that ആ ഒരു mode of worship and all those things like praying to prayer for Mary and praying for the saints, adonnum it's not biblical, it's not it's not in the faith that I have been brought up with. So angane I fell back, ഞാൻ പിന്നെ ഒന്നും പോകാതായി. So first year അങ്ങനെ പോയി. Second year വന്നപ്പോൾ I met one friend who was from Delhi. So he came, his senior was a Guy member, so he came to know about Guy. So he introduced Guy to me and പറഞ്ഞു ഇങ്ങനെ ഒരു പ്രെയർ മീറ്റിംഗ് ഉണ്ട്, നമുക്കൊന്ന് പോയി അറ്റൻഡ് ചെയ്യുന്നു, എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്ന്, നീയും വാ, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യ. ഞാൻ പറഞ്ഞു ഓക്കെ, ഐ ഓൾസോ കം. ആൻഡ് ഹി ഓൾസോ ബ്രോട്ട് മീ, ഹി ടുക്ക് മീ ടു Guy. സോ ഞാൻ Guy മീറ്റിംഗ് വന്നപ്പോൾ ഐ തോട്ട് നമുക്ക് വല്ല ഓഡിറ്റോറിയത്തിലായിരിക്കും അല്ലെങ്കിൽ വേറെ വല്ല പരിപാടി. സോ പക്ഷേ അത് വന്നപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഏറ്റവും ഫ്രണ്ടിൽ, അവിടുത്തെ ക്ലാസ് റൂമിലെ ബെഞ്ചസ് അല്ല, ഗ്രൂപ്പ് ഓഫ് ചെയർസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് 5-8 പേർ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. സോ അത് ഇത്രയേ ഉള്ളൂ ഒരു മീറ്റിംഗ്. ഇതെന്തൊരു മീറ്റിംഗ്, ഇറ്റ്സ് വെരി സ്മോൾ. ഒരു ഷോർ മച്ച ഒന്നുമില്ല. ദർ ഇസ് നോ പോംപ്, ദർ ഇസ് നോ സ്പ്ലെൻഡർ, ദർ ഇസ് നോ ഗ്ലാമർ, ഒന്നുമില്ല. ഇങ്ങനെയാണ് ഒരു മീറ്റിംഗ്. ബട്ട് ആ ഒരു സമയം, ബട്ട് ദർ വാസ് വൺ തിങ് ദാറ്റ് എക്സിസ്റ്റഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ഇറ്റ് വാസ് ഗ്രൂപ്പിസം ഇൻ Guy. സോ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരെല്ലാം നോർത്ത് ഇന്ത്യയുടെ കൂടെ പോകും, ലൈക്ക് ഹിന്ദി സംസാരിക്കുന്നവരെല്ലാം ഒരു ഗ്രൂപ്പ്. ദെൻ കുവൈറ്റിൽ നിന്ന് വന്നവരെല്ലാം ഒരു ഗ്രൂപ്പ്, സീനിയേഴ്സ് ജൂനിയേഴ്സ് എല്ലാം ഒരു ഗ്രൂപ്പ്. ദെൻ ഔട്ട്സൈഡ് കേരള വന്നവർ വേറെ ഗ്രൂപ്പ്. സോ ഓൾ ദീസ് ഗ്രൂപ്പ്സ് വർ ദർ ആൻഡ് ഐ ഡിഡ്ന്റ് ഫീൽ ദാറ്റ് ഇൻക്ലൂഡഡ് ഇൻ Guy അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. സോ അങ്ങനെ വരുമ്പോൾ ഈ Guy മീറ്റിംഗ് വരും, അറ്റൻഡ് ചെയ്യും, മെസ്സേജസ് വാസ് ഗുഡ്, ദ വർഷിപ്പ് വാസ് ഗുഡ്, എവറിത്തിങ് വാസ് ഗുഡ്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള സമയം എവറി വൺ യൂസ് ടു ഗോ ദർ സെപ്പറേറ്റ് വേസ്. ഞാൻ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യയിൽ വന്നവരെല്ലാം അവരുടെ ഒരു കൂട്ടമായിട്ട് അവർ ക്യാൻറ്റീനിൽ പോകും, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ കുവൈറ്റിൽ നിന്ന് വന്നവരോ അല്ലെങ്കിൽ വേറെ രാജ്യത്തു നിന്ന് വന്നവർ അവരൊരു ഗ്രൂപ്പായിട്ട് അവർ വേറൊരു സ്ഥലത്ത് പോകും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്, Guy മിനിസ്ട്രി ഈസ് ഡൺ. സോ വാട്ട് ഹാപ്പൻഡ് ഇസ് ലൈക്ക് സെക്കൻഡ് ഇയർ ആൻഡ് തേർഡ് ഇയർ ഞാൻ വരും, അറ്റൻഡ് ചെയ്യും, പോവും, നോട്ട് മച്ച് ഇൻട്രാക്ഷൻ. ദർ വാസ് സം ആക്ടിവിറ്റീസ് ദാറ്റ് വി ഡിഡ് ഫോർ അഷ്യൂർ ആൻഡ് നോട്ട് അറീന, ഫോർ അഷ്യൂർ അലോൺ. പക്ഷെ അത് ആ ആക്ടിവിറ്റീസൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ബട്ട് നോട്ട് എ ഹോൾ ഹാർട്ടഡ് പാർട്ടിസിപ്പേഷൻ. ലൈക്ക് യു കാൺട്ട് സേ ദാറ്റ് ഇറ്റ് ഈസ് I was doing it for the Lord എന്നൊരു രീതിയിൽ വേണമെങ്കിൽ പറയാൻ പറ്റില്ല. I was just doing it. അതൊരു ആക്ടിവിറ്റി. I wanted to represent Guy മിനിസ്ട്രിയിലുണ്ട്, I am representing my faces there. But what happened is like in the 4th year there was this particular incident. Like 4th year like കയറി കഴിഞ്ഞപ്പോൾ there's no one to, you know what, അവിടെ ഒരു വലിയൊരു ഗ്യാപ്പായിരുന്നു. No one knows how to continue, and that's the gap that God enabled me to fulfill, take up that leadership role with Betsy and Shiji. ആ ഒരു point of time Guy was in, you can say that ആർക്കും വരാൻ പറ്റാത്തൊരു രീതിയിലായിരുന്നു. ലൈക്ക് മീറ്റിംഗ്സ് ഒക്കെ വളരെ അൺഓർഗനൈസ്ഡ് ആയിരുന്നു, ആൻഡ് തിങ്സ് were not happening on time. But with help of Betsy and Shiji, those two, they helped bring up Guy. And ആ ഒരു സമയം we did a very ആ ഒരു സമയത്ത് we did a very 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 superb performance for Assure, which was the first, I would say it was a massive success, which was the shadow skit. I mean the mime, shadow mime, hand mime, using the UV rays and UV lights. So അങ്ങനത്തെ ഒരു situation വന്നപ്പോൾ, when that particular thing happened, it was a grand success. Everyone came to know ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. There's not just Jesus Youth in Amal Jyoti. Guy എന്ന് പറഞ്ഞൊരു സ്പിരിച്വൽ ഗ്രൂപ്പ് ഉണ്ട്. Though their numbers might be less, they are spiritually bonded. They are a group of spirited youths and students who want to make a difference in this world, who are willing to stand for Christ. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളൊരു റിയലൈസേഷൻ വന്നു. And that's when Guy actually helped me. So ഞാൻ ഈ ഒരു കാര്യങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും I felt that including people from various groups, not just ഇപ്പം ഞാനാണെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് വന്ന് എൻ്റെ കൂടെ വന്ന ഒരാൾക്കാരെ മാത്രമല്ല ചേർക്കാതെ I try to include others, like വേറെ ഒരു റീജിയനിൽ നിന്ന് വന്നവരോ അല്ലെങ്കിൽ വേറെ ഒരു ഡിനോമിനേഷനിൽ നിന്ന് വന്ന ആൾക്കാരെ ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഹാസ് ആക്ച്വലി ഹെൽപ്ഡ് Guy മിനിസ്ട്രി കമ്മിങ് ഓൾ ദീസ് ഇയേഴ്സ്. സോ എൻ്റെ ഒരു ടെസ്റ്റിമണി എന്ന് പറയുന്നത് ദാറ്റ് 4 ഇയേഴ്സിൻ്റെ ഒരു നോക്കുവാണെങ്കിൽ the first 3 years was എനിക്ക് പറയാം I wasted my life, but the last year is what enabled me to become the person I am today. Our 1 year has actually turned my life around, and
two things I want to let you guys know is like നിങ്ങളെ ഒരു ഗൈ മീറ്റിംഗ് കൂടുമ്പോഴും it's not about the quantity, it's about the quality. So നിങ്ങൾ കൂടുവാണെങ്കിൽ 2 പേരേ ഉള്ളൂ 3 പേരേ ഉള്ളൂ എന്ന് വിചാരിച്ച് കൂടാതിരിക്കരുത്. കിട്ടുന്ന അവസരങ്ങളെല്ലാം കൂടുക. And the second thing is like I would say definitely include people from every സെപ്പറേറ്റ് റീജിയൻസ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിനെയോ നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ മാത്രം കൂട്ടാതെ they are people who are very talented, who are very silent, but they are many introverts. They have many good talents. Start including people because you never know when that talent or how they'll help you. Because നമുക്കൊരു എന്തെങ്കിലും ഒരു ഡൗൺ മൂവ്മെൻറ്റ് വരുമ്പോഴായിരിക്കും that person who is an introvert will speak up for us. So always remember that these are the 2 things I want to share from my testimony. Like so don't try including everyone into your and never miss any meetings. So 2-3 പേരായാലും because ഈ ഒരു half an hour to 45 minutes ഇതിപ്പോൾ ഓൺലൈൻ ആണ്. when it was in college also that was just 145 minutes 4:30 to 5:15 ഞങ്ങൾ കണ്ടക്ട് ചെയ്യുമായിരുന്നു in guy meetings in college. and ജോബിച്ചാൻ ഉള്ളപ്പോൾ it will go to up to 5:45 PM and the hostel meeting. So please don't try to skip all this because this was the turning point in my life and now it has made me the person I am. So here 4 years I wasted 3 years, but don't do that. The 4th year when I did you guys to the second years and the third years. For the first years we are not able to we are not able to go out and find those first years, but do make every opportunity and every effort to find the first years because your meeting the smaller the more better we are cohesive and we are more interlinked. So നമ്മൾ ആൾക്കാർ കൂടുമ്പോഴായിരിക്കും there are so many things, so many കുറേ കാര്യങ്ങളും കുറേ പ്രശ്നങ്ങളും കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ they'll creep into what happened will creep into our community. But when people are less and they'll become more bonded, more dependent on each other. So with that I would like to end my testimony and thank you everyone for giving me this opportunity. Thanks. താങ്ക് യു കെവിൻ ചേട്ടാ. നല്ലൊരു ടെസ്റ്റിമണി കേൾക്കാൻ സാധിച്ചത് ദൈവത്തെ സ്തുതിക്കുന്നു. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ മെസ്സേജ് പറയാനായിട്ട് ബെൻസി ചേച്ചീനെ ക്ഷണിക്കുന്നു. ഞാൻ ഓഡിബിൾ ആണ്, എല്ലാവർക്കും ഇത് കേൾക്കാമോ? Okay, nice. Nice to meet you all. Before I begin this time of sharing, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളിൽ പോസിബിൾ ആയിട്ടുള്ള എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം കണ്ടുകൊണ്ട് എനിക്ക് സംസാരിക്കായിരുന്നു. സോ നിങ്ങൾ വേറൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോ ഓൺ ചെയ്യുന്നത് അത്ര അപ്രോപ്രിയേറ്റ് ആയിരിക്കത്തില്ലായിരിക്കും. ബട്ട് എല്ലാവർക്കും പറ്റുന്നവർക്ക് എല്ലാവർക്കും വീഡിയോ ഓൺ ചെയ്ത് വെച്ചാൽ എനിക്കിതൊരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ ആക്കാനും താല്പര്യമുണ്ട്. നിങ്ങളോട് ചോദിക്കാനും നിങ്ങളിൽ കേൾക്കാനും ഒക്കെ. സോ പറ്റുന്നവരൊക്കെ വീഡിയോ ഓൺ ആക്കണമേ എന്നെ റിക്വസ്റ്റ് ചെയ്യാൻ. ഓക്കെ, ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയൊരു ഈ ഒരു ഫെലോഷിപ്പിൽ വരാൻ കർത്താവ് എന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ അവസരത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബ്രദർ ഷോൺ എബ്രഹാം ആണ് എന്നെ ഈ ഒരു മീറ്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ഇന്ന് നിങ്ങളുടെ ഇടയിൽ വരാനും അല്പസമയം ദൈവവചനത്തിന് ഷെയർ ചെയ്യാനും ദൈവം എന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും ഓരോ വ്യക്തികൾക്കും എന്റെ ക്രിസ്ത്യൻ ഗ്രീറ്റിംഗ്സ് ഞാൻ പറയുന്നു. ദൈവം നിങ്ങളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ടും ടെസ്റ്റിമണി ഷെയർ ചെയ്ത ബ്രദറിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ അമൽ ജ്യോതി എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മളെല്ലാവരും യൂത്ത് ആണല്ലോ. സോ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ചില അവസരങ്ങൾ വരും, ചില സാഹചര്യങ്ങൾ വരും. അപ്പോ നമുക്ക് ആ സമയത്ത് ഗൈഡൻസ് ആവശ്യമാണ്. നമുക്ക് ആ സമയങ്ങളിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അതുപോലെ ദൈവവചനം അറിയാവുന്ന വ്യക്തികളുടെ ഗൈഡൻസ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ കുറച്ച് സമയം മാറ്റിവെച്ച് ഇങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ബെൻസി എന്നാണ്, ബെൻസി ജോസഫ് എന്നാണ് എൻ്റെ പേര്. ഞാൻ ഡിഗ്രിക്ക് ശേഷം ദൈവവചനം അഭ്യസിക്കാനായിട്ട് പോയി. ഞാനിപ്പോൾ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രദർ ഷോൺ എബ്രഹാം ആയിരിക്കുന്ന സഭയോട് ചേർന്നാണ് ഞാൻ മിനിസ്റ്റർ ചെയ്തുകൊണ്ട് പോകുന്നത്.
നിങ്ങളുടെ മുമ്പിൽ വന്ന് ദൈവത്തിന്റെ വചനം ഷെയർ ചെയ്യാൻ ദൈവം എനിക്ക് അനുവദിച്ചെന്ന ഈ സാഹചര്യത്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ ഒരു വൈകിട്ടത്തെ സമയം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസിഷൻസിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതിനൊരു ടൈറ്റിൽ കൊടുക്കാം, ഡിസിഷൻസ് വിച്ച് ഡിഫൈൻസ് യുവർ ഡെസ്റ്റിനി എന്നൊരു ആ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഡിസിഷൻസ്. എനിക്കറിയാം നമ്മൾ യൂത്ത് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് അഡോൾസെൻസിലുള്ള പീപ്പിൾ ആണെങ്കിലും അല്ലെങ്കിൽ ചിൽഡ്രൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇത്തിരി കൂടെ അഡൾട്ട്സ് ആണെങ്കിലും എല്ലാവരും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഫേസസിലും നമ്മൾ ഡിസിഷൻസ് ഉണ്ടാക്കുന്നവർ അല്ലെ. നമ്മളെല്ലാവരും whether it is minor or major, we make decisions. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും ഇപ്പൊ തന്നെ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വന്നിരിക്കുന്ന ആൾക്കാര്, ഈ ഓരോ വ്യക്തികളും ഇന്ന് വൈകിട്ട് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടല്ലേ നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്തത്. അല്ലെങ്കിൽ അറിയത്തില്ല എത്ര പേര് കമ്പൽഷനിൽ കൂടി ചെയ്തു എന്നുള്ളത് എനിക്കറിയത്തില്ല. ബട്ട് വോളണ്ടറിലി നമ്മൾ കയറിയിട്ടുള്ള ഓരോരുത്തരും നമ്മൾ ഡിസൈഡ് ചെയ്തു ഈ മീറ്റിംഗിലേക്ക് വരണമെന്നല്ലേ. പിന്നെ ഇത് ഡ്രസ്സ് ധരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇതൊക്കെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് വി ഡു തിങ്സ്. നമുക്കറിയാം അത് നമ്മൾ ഓരോ കാര്യങ്ങളും ഡിസൈഡ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. സോ ഞാൻ പറയുന്ന ലൈഫിൽ നമ്മൾ മൈനർ ഡിസിഷൻസും എടുക്കും, മേജർ ഡിസിഷൻസും എടുക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മൈനർ ഡിസിഷൻസ് ആണ്. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യണോ, ഞാൻ ചെയ്താൽ തന്നെ എന്തെങ്കിലും കാര്യം, ഒരു ടെസ്റ്റ് മണിയോ പാട്ടോ എന്തെങ്കിലും എന്നെ ഏൽപ്പിച്ചാൽ അത് ചെയ്യണോ, ഇതൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും വി ഡിസൈഡ്. അപ്പോ ഇതുപോലെ തന്നെ ജീവിതത്തിലെ ചില മേജർ ഡിസിഷൻസും ഉണ്ട് അല്ലെ. നമുക്ക് എല്ലാവർക്കും അതിനെ പറ്റി അറിയാം. ഒരു കാരിയർ ചൂസ് ചെയ്യുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഇപ്പം നിങ്ങളെല്ലാം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണല്ലോ, അതിനകത്ത് തന്നെ ഏത് സ്ട്രീം അല്ലെങ്കിൽ എവിടെ സ്പെഷ്യലൈസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഏത് കോളേജിൽ പഠിക്കണം. ഇപ്പൊ എഞ്ചിനീയറിംഗിൽ തന്നെ ഇഷ്ടംപോലെ കോളേജസ് ഉണ്ട്. നമ്മുടെ ഇൻസൈഡ് കേരള ഉണ്ട്, ഔട്ട്സൈഡ് കേരള ഉണ്ട്, ഈവൻ അബ്രോഡ് ഉണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾ ഇവിടെ അമൽ ജ്യോതി എന്ന് പറയുന്ന ഈ ഒരു കോളേജിൽ ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്തു. അപ്പോ ഇങ്ങനെ ജീവിതത്തിൽ ഓരോ ഡിസിഷൻസ് എടുക്കും. ഇത് മേജർ ഡിസിഷൻസ് ആണ്. നിങ്ങൾ എടുക്കുന്ന ഏത് കോളേജിൽ പഠിക്കണം, ഏത് കോഴ്സ് ചൂസ് ചെയ്യണം. പിന്നെ അതുപോലെ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും ഒരു മേജർ ഡിസിഷൻസ് ആണ് നമ്മൾ ആരെ കല്യാണം കഴിക്കണം എന്നുള്ളത്. ഇതിങ്ങനെയൊക്കെ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഡിസിഷൻസ് ആണ്. അപ്പൊ ഇങ്ങനെ ഡിസിഷൻസ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം ഡിസിഷൻസ് എടുക്കാൻ. ചില സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു മീറ്റിംഗിലേക്ക് ചിലപ്പോൾ നിങ്ങൾ കയറിയത് ചിലപ്പം കമ്പൽഷൻ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ കയറിയില്ലെങ്കിൽ, ഞാൻ ഇതുവരെയൊക്കെ റെഗുലർ ആയിരുന്നു, ഒരു ദിവസം ഞാൻ കയറിയില്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നോർത്ത് ബൈ കമ്പൽഷൻ ആരെങ്കിലും കയറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചില സമയത്ത് നമ്മൾ ഡിസിഷൻസ് എടുക്കാറുള്ളത് എങ്ങനെയാണ്? ബൈ കമ്പൽഷൻ. നമ്മൾ ചിലപ്പം നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ നമ്മുടെ പിയേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സോ ആരുടെയെങ്കിലും ഒക്കെ ബൈ കമ്പൽഷൻ വി ഡു സംതിങ്സ് ഓർ വി ഡിസൈഡ് സംതിങ്സ്. ചില കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കും. അപ്പൊ നമ്മൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഡിസിഷൻസ് വോളണ്ടറി ആണ്. നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ നമ്മൾ സ്വമേധയാന്ന് നമുക്ക് പറയാൻ പറ്റും, സ്വമേധയായി ചെയ്യുന്ന ഡിസിഷൻസ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു എക്സ്റ്റേണൽ ഫാക്ടർ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ പേഴ്സൺ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിലും ഡിസിഷൻസ് നമ്മൾ അൾട്ടിമേറ്റ്ലി ഇറ്റ് ലൈസ് ഓൺ സംവൺ ഹു ഇസ് ഗോയിങ് ടു ടേക്ക് ദ ഡിസിഷൻസ് അല്ലെ. നമുക്ക് ഒത്തിരി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും ആ ഡിസിഷൻസ് അൾട്ടിമേറ്റ്ലി എടുക്കുന്ന വ്യക്തി ആരാണോ ആ ആളാണ് അതിന്റെ നമ്മൾ എന്താ പറയണ്ടത്, കംപ്ലീറ്റ്ലി അതിനെ ഡിസൈഡ് ചെയ്തല്ലേ, കംപ്ലീറ്റ്ലി അതിനകത്ത് ടോട്ടലി റെസ്പോൺസിബിൾ എന്ന് പറയുന്ന ആ വ്യക്തിയാണ്. സോ നമ്മൾ ഇങ്ങനെ ഡിസിഷൻസ് നമ്മുടെ ജീവിതത്തിൽ എടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് ഇത് വോളണ്ടറി ആണ്, അതുപോലെ തന്നെ ഡെലിബറേറ്റ് ആണ്. നമ്മൾ പലപ്പോഴും മനഃപൂർവ്വമാണ് ഡിസിഷൻസ് എടുക്കാറുള്ളത് അല്ലെ. അല്ലെങ്കിൽ വളരെ ഫ്യൂ അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ടുള്ള കേസസേ ഉള്ളൂ നമ്മൾ പറയാറുള്ളത് ബൈ മിസ്റ്റേക്ക് ഐ ചോസ് ദാറ്റ്. ചില സമയത്ത് നമ്മൾ പറയാറുള്ളൂ. ബട്ട് ഇപ്പോ നമ്മളൊരു 100% എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 90% നമ്മൾ എടുക്കുന്ന ഡിസിഷൻസും നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് എടുക്കുന്ന ഡിസിഷൻസ് അല്ലെ, മനഃപൂർവ്വം നമ്മൾ ചിന്തിച്ച് ആലോചിച്ചൊക്കെ എടുക്കുന്ന ഡിസിഷൻസ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് നിങ്ങൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് അറിയാവുന്ന ഒരു തിയറി ഞാൻ പറയട്ടെ ഈ സമയത്ത്. നമ്മൾ ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, പലതരത്തിലുള്ള. നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ഒരു പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. ബട്ട് എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ ഒരു പെരിഫറൽ വ്യൂ എങ്കിലും ഉണ്ടല്ലോ ആ ഒരു ലോയെ കുറിച്ച്. അതായത് തേർഡ് ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തേർഡ് ലോ ഇങ്ങനെ പറയുന്നത്, ഫോർ എവറി ആക്ഷൻ
there is an equal and opposite reaction. നമുക്ക് നമ്മളെല്ലാം പഠിച്ചിട്ടില്ലേ അതൊക്കെ? സോ അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബോൾ എടുത്തിട്ട് നമ്മളൊരു വാളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യും അല്ലേ? നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. സോ നമ്മൾ ഏത് ആക്ഷൻ ചെയ്താലും അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടെന്നുള്ള ആ ഒരു തിയറി നമുക്ക് എല്ലാം അറിയാം. നമ്മൾ ഇതിനെ ഇപ്പൊ നമ്മൾ ചിന്തിച്ച ഡിസിഷനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ എടുക്കുന്ന ഡിസിഷൻസുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക. ഒന്ന് നമ്മൾ ചിന്തിച്ചേ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, be it for children or be it for adults or be it for anyone, especially for us as youths, നമ്മൾ എങ്ങനെയാണെങ്കിലും we all make decisions. ഇങ്ങനെ എടുക്കുന്ന ഡിസിഷൻസ്, ഡിഫറെന്റ് ഫേസസ് ഓഫ് ലൈഫിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ഡിസിഷൻസിനും റിയാക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആഫ്റ്റർ ഇഫക്ട്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇല്ലേ? പല സമയങ്ങളിൽ ഇപ്പൊ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും, ഞാൻ പറഞ്ഞതുപോലെ വി ഓൾ മേക്ക് ഡിസിഷൻസ്. നമ്മൾ ഇതുവരെയുള്ള സമയത്ത് ബൈ നൗ വി ഹാവ് മെയ്ഡ് മെനി ഡിസിഷൻസ് ഇൻ അവർ ലൈഫ്. ഇനി നമ്മൾ ഡിസിഷൻസ് യെറ്റ് ടു മേക്ക്. അങ്ങനെ നമ്മൾ ഓരോ ഇനിയും ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞ ഡിസിഷൻസിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചേ. അത് മേജർ ഡിസിഷൻസ് തന്നെ എടുക്കുക. നിങ്ങൾ ചൂസ് ചെയ്ത ഒരു കോഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്ത ഒരു കാരിയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചേ. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഓർക്കാമോ? അങ്ങനെ ഒരു ഡിസിഷൻ ആ പർട്ടിക്കുലർ ഫേസ് ഓഫ് ടൈമിൽ, അല്ലെങ്കിൽ പർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇഫക്റ്റ് എന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നിങ്ങളെ ഇമ്പാക്ട് ചെയ്തത്? നമ്മൾ മനസ്സിലാക്കണം, എടുക്കുന്ന എല്ലാ ഡിസിഷൻസിനും ഒരു ഡയറക്റ്റ് ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. നേരത്തെ എടുത്തിരുന്ന ആ ഒരു ഡിസിഷൻസ് ഇപ്പോഴെങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിന് അത്, വെദർ ഇറ്റ് ഈസ് മേക്കിംഗ് എ ഗുഡ് ഇമ്പാക്ട് ഓർ ബാഡ് ഇമ്പാക്ട്, ബോത്ത് വേസ് നമ്മൾ ചിന്തിക്കണം. അതെങ്ങനെയാണ് നിങ്ങളെ ഇമ്പാക്ട് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെയാണ് അത് എഫക്ട് ചെയ്തത്? അതിനെക്കുറിച്ച് നമുക്കൊരു അല്പസമയം ഒന്ന് ചിന്തിക്കാം. നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിലെല്ലാം നിങ്ങൾ ഇതുവരെ ചൂസ് ചെയ്തിരിക്കുന്ന ഡിസിഷൻസിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചേ. നമ്മൾ എത്ര പേർക്ക്, അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഹൗ മെനി ഓഫ് us can say that by now I made all the decisions right? നമ്മൾ എത്ര പേർക്ക് ഇത് പറയാൻ പറ്റും? നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ഡിസിഷൻസും, സോ ഫാർ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ഡിസിഷൻസും റൈറ്റ് ഡിസിഷൻസ് ആണെന്ന് നമ്മൾ ആർക്കെങ്കിലും പറയാൻ പറ്റും? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചാറ്റ് ബോക്സിൽ ഒരു യെസോ അല്ലെങ്കിൽ ഒരു തംസപ്പോ എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ നല്ലതായിരിക്കും. നമ്മൾ ആർക്കെങ്കിലും, ഈ ഗ്രൂപ്പിലുള്ള ഒത്തിരി പേരുണ്ടല്ലോ, ആർക്കെങ്കിലും നമ്മൾ ഇതുവരെ ഇപ്പം വരെ നമ്മൾ ജീവിതത്തിലെ എല്ലാ ഡിസിഷൻസും ഐ മെയ്ഡ് റൈറ്റ് ഡിസിഷൻസ് എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ഓൾ ആർ ഈക്വലി സൈലന്റ്. അപ്പൊ നോക്കിയേ, നമ്മുടെ എല്ലാവരും, ഈവൻ ഇൻക്ലൂഡിങ് മീ, ഞാൻ ഉൾപ്പെടെയാ പറയുന്നേ, നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള എല്ലാ ഡിസിഷൻസും, മേജർ ആയാലും മൈനർ ഡിസിഷൻസ് ആണെങ്കിലും, നമ്മൾ എപ്പോഴും റൈറ്റ് ഡിസിഷൻസ് എടുത്തിട്ടുള്ളവരല്ല. നമ്മളെല്ലാവരും മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. അത് ചിലർ ചെറിയ മിസ്റ്റേക്സ് ആയിരിക്കും ചെയ്തിട്ടുള്ളത്, ചിലർ വലിയ മിസ്റ്റേക്സ് ആയിരിക്കും ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി മേജർ ഡിസിഷൻസ് എടുക്കുമ്പോൾ നമ്മൾ വളരെ ചിന്തിച്ചു വേണം ഡിസിഷൻസ് എടുക്കാൻ. കാരണം ഞാൻ ഒരു ടൈറ്റിൽ ഓർമ്മിപ്പിച്ചതുപോലെ, നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് നമ്മുടെ ഡെസ്റ്റിനിയെ ശരിക്കും ഡിഫൈൻ ചെയ്യുന്നതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ചിന്തിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും ജീവിതത്തിൽ റൈറ്റ് ഡിസിഷൻസ് എടുത്തിട്ടുള്ളവരല്ല. അപ്പോ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ആയിരിക്കുമ്പോൾ ഓർക്കും, അയ്യോ അന്ന് ഞാൻ എടുത്ത ആ ഒരു ഡിസിഷൻ, if ever I had someone to guide me at that point of time, I wouldn't have made this decision or this mistake in my life. നമ്മൾ ചില സമയത്ത് നമ്മൾ ഇന്ന് ചിന്തിക്കുവാണ് അല്ലേ, ആ സമയത്ത് എന്നെ ആ റൈറ്റ് ഗൈഡൻസ് തരാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ I wouldn't have made this wrong decision in my life. നമ്മൾ ഒരു വശമെങ്കിൽ ചിന്തിക്കും. അപ്പോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് റൈറ്റ് ഡിസിഷൻസ്, ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹമുള്ളവരാണ് നമ്മളല്ലേ. നമ്മൾ ഒരിക്കലും ഒരു തെറ്റായ തീരുമാനം എടുത്തിട്ട് പിന്നീട് സഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല നമ്മൾ ആരും. ബട്ട് ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ റൈറ്റ് ഡിസിഷൻ, അല്ലെങ്കിൽ ഈ എടുക്കുന്ന ഒരു ഡിസിഷനാണ്, അല്ലെങ്കിൽ ദിസ് പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഡിസിഷൻസ് ആർ റൈറ്റ് എന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന ഡിസിഷൻസ് എന്തൊക്കെയാ? അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കാം, റൈറ്റ് ഡിസിഷൻ എന്നതിന് നിങ്ങൾ കൊടുക്കുന്ന ഡെഫിനേഷൻ എന്താണ്? വാട്ട് ഇസ് റൈറ്റ് ഡിസിഷൻസ്? വാട്ട് ഇസ് റൈറ്റ് ഡിസിഷൻ ഇൻ യുവർ ടേംസ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ, ഹൗ ക്യാൻ യു ഡിഫൈൻ റൈറ്റ് ഡിസിഷൻ? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട്
കുറച്ച് പേരെങ്കിലും റെസ്പോണ്ട് ചെയ്യണം. ഇത് നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഒരു ഇന്ററാക്റ്റീവ് സെഷൻ കൂടി ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് റൈറ്റ് ഡിസിഷൻ ഇൻ യുവർ ടേംസ്, അല്ലെങ്കിൽ ഹൗ റൈറ്റ് ഡിസിഷൻസ്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഐ ഹോപ്പ് മൈ ക്വസ്റ്റ്യൻ ഇസ് ക്ലിയർ ഫോർ ഓൾ ഓഫ് യു. നമ്മൾ റൈറ്റ് ഡിസിഷൻ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ റോങ് ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്, റൈറ്റ് ഡിസിഷൻ എടുത്തിട്ടുണ്ട്. എന്താണ് ഇതിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്ന കാര്യങ്ങൾ? റൈറ്റിനെ റോങ്ങിനെ തമ്മിൽ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്ന എന്താണ്? അല്ലെങ്കിൽ ഹൗ ക്യാൻ യു സേ ദാറ്റ് എ പർട്ടിക്കുലർ ഡിസിഷൻ ഈസ് റൈറ്റ് ആൻഡ് ദി അതർ ഡിസിഷൻ ഈസ് റോങ്? എങ്ങനെ പറയാൻ പറ്റുന്നത്? Waiting for God's time. Yeah, that's a good answer. ഇനി വേറെ എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടോ? വേറെ ആരെങ്കിലും? ഒരാളെ ഉള്ളൂ റെസ്പോണ്ട് ചെയ്യാൻ. Decisions that would help you to reach the goal that you have set becomes the right decision. Okay. When you are choosing the right path. Okay, that's great. Adding to it. Thank you. Anyone else? Anyone else? ഓക്കെ, മറ്റെല്ലാവരും സീംസ് സൈലന്റ്. നമുക്ക് ഈ പറഞ്ഞ രണ്ട് ആൻസറിന് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ ആദ്യം എമി ചേച്ചി പറഞ്ഞല്ലോ ഇതിനെ കുറിച്ച് എന്താണ്, നമ്മളുടെ ദൈവത്തിന്റെ ടൈമിന് വേണ്ടി നോക്കിയിരിക്കുന്നതാണ് റൈറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു. പ്രിയ ബ്രദറും പറഞ്ഞത് നമ്മൾ സെറ്റ് ചെയ്ത ഗോളിൽ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ that is the right decision we made. Correct, brother? If ever we take the right path, that means the means do decides the ends. Okay. And ends do defines the mean. Okay. In both way around. Okay. It tallies around, probably you are right. Great. Okay. So ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ എടുക്കുന്ന മീൻസും അതുപോലെ അതിന്റെ എൻഡും എങ്ങനെയാണ് വരുന്നത്, രണ്ടും ഒരുപോലെ ശരിയായാൽ we can say that we made a right decision. So ഈ രണ്ട് ആൻസർ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. ചില സമയത്ത് നമ്മൾ പറയാറുണ്ട് ഐ മെയ്ഡ് എ റൈറ്റ് ഡിസിഷൻ ബേസ്ഡ് ഓൺ വാട്ട്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഡിസിഷൻ റൈറ്റ് ആണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഞാൻ രണ്ടുപേരുടെ ആൻസർ കറക്റ്റ് ആണ്, രണ്ടുപേരുടെ ആൻസർ അതിനായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. എങ്കിലും നമ്മൾ പ്രധാനമായിട്ടും ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡിസിഷൻസിനെ സംബന്ധിച്ച് നമ്മൾ നോക്കണം. ആദ്യം സിസ്റ്റർ പറഞ്ഞതിനോട് ചേർന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ചിന്തിക്കണം എടുത്തത് കൊണ്ട് ദൈവം എങ്ങനെയാണ് ഗ്ലോറിഫൈഡ് ആവുന്നത്. ഹൗ ഗോഡ് ഇസ് ഗോയിങ് ടു ബി ഗ്ലോറിഫൈഡ് ഇൻ ആൻഡ് ത്രൂ മൈ ലൈഫ്. ഈ ഡിസിഷൻ ഞാൻ എടുത്തത് കൊണ്ട് ദൈവം എങ്ങനെയാണ് മഹത്വപ്പെട്ടത് അതിനെ കുറിച്ച്. ഞാൻ പറഞ്ഞല്ലോ, മേജർ ആണെങ്കിലും മൈനർ ഡിസിഷൻസ് ആണെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചേ. ഇപ്പൊ നമ്മൾ ആയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന കാരിയർ, അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ കോഴ്സ്, ഞാൻ അത് എടുത്തത് കൊണ്ട് ദൈവം മഹത്വം എടുക്കുന്നു, അല്ലെങ്കിൽ ദൈവം സന്തോഷിക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു രീതി നമ്മൾ ചിന്തിക്കണം, ദൈവം സന്തോഷിക്കുന്ന എപ്പോഴാ? നമ്മൾ ദൈവത്തിന്റെ വില്ലിലായിരിക്കുമ്പോഴാണ് ദൈവത്തിന് സന്തോഷം വരുന്നത്. കറക്റ്റ് അല്ലേ? ബീങ് ഇൻ ഗോഡ്സ് വിൽ ബ്രിങ്സ് പ്ലഷർ ടു ഗോഡ്, ഇല്ലേ? ദൈവത്തിന് ആ സന്തോഷം കൊണ്ടുവരുന്ന നമ്മൾ ദൈവത്തിന്റെ വില്ലിലായിരിക്കുമ്പോഴാണ്. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തെ കുറിച്ചും ചിന്തിച്ചേ. ചില സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ബൈ കമ്പൽഷൻ. നമ്മുടെ പേരൻസ് ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടായിരിക്കും, യു ക്യാൻ ചൂസ് ദിസ് കോഴ്സ്, പിന്നീട് നിനക്ക് ഭാവിയിൽ അത് നല്ലൊരു സോഴ്സ് ഓഫ് ഇൻകം ആയി തീരും, നിനക്ക് നല്ലൊരു സെറ്റിൽഡ് ലൈഫ് ഉണ്ടാകും, സോ ചൂസ് ദിസ് വേ എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യും. സോ ബൈ കമ്പൽഷനോ അല്ലെങ്കിൽ പിന്നീടൊന്നും ചിന്തിക്കാതെ, ആഫ്റ്റർ ഇഫക്റ്റിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ, അല്ലെങ്കിൽ ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്റെ ജീവിതത്തിൽ ഉള്ളതെന്ന് ചിന്തിക്കാതെയാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്ന ഡിസിഷൻസ് എടുക്കുന്നത്. നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുക. ഇതിലായിരിക്കും ഓരോ പാർട്ടിസിപ്പൻസ്, ഈ മീറ്റിംഗിൽ കയറിയിരിക്കുന്ന ഓരോരുത്തരും ചിന്തിച്ചേ, നമ്മൾ എടുത്ത ഈ ഒരു ഡിസിഷൻ ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നോ? ദൈവത്തിന് നമ്മളെ കുറിച്ച് ഡ്രീം ആണോ? നമ്മൾ നമ്മുടെ ലൈഫ് ഇതുവരെയുള്ള സോഫാർ നമ്മൾ ഇതുവരെയുള്ള ജീവിതം കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തെ നമ്മൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഡ്രീമിനെ നമ്മൾ ഫുൾഫിൽ ചെയ്തോ? നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ച് അങ്ങനെ ഒന്ന് ചിന്തിക്കാമോ? ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത ഡിസിഷൻസ് നമ്മൾ മനസ്സിലാക്കണം.
സോ ഞാൻ പറഞ്ഞില്ല, എന്താണ് റൈറ്റ് ഡിസിഷനെ റൈറ്റ് ആക്കുന്ന ആ എക്സ്ക്ലൂസീവ് ഫാക്ടർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വില്ലാണ്, ഗോഡ്സ് വിൽ. ഇഫ് യു ആർ ഇൻ ഗോഡ്സ് വിൽ യു മെയ്ഡ് എ റൈറ്റ് ചോയ്സ്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോ ദൈവത്തിന്റെ വില്ലിലാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമുക്ക് എല്ലാവർക്കും, ബീങ് ഇൻഡിവിജ്വൽസ്, വി ഓൾ ഹാവ് അവർ ഓൺ വിൽ ആൻഡ് ഡിസയേഴ്സ് അല്ലെ? നമുക്ക് എല്ലാവർക്കും നമ്മുടെ വില്ലുണ്ട്, ഡിസയർ ഉണ്ട്. ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ കോഴ്സ് എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ ഇന്ന പ്ലേസിലായിരിക്കുക, അല്ലെങ്കിൽ ഇന്നൊരു വ്യക്തിയെ മാരേജ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ലൈവ് റിലേഷൻഷിപ്പിലേക്കൊക്കെ പോവാന്നൊക്കെയുള്ള ഓരോ നമ്മൾ തന്നെത്താനെ എടുക്കുന്ന ഡിസിഷൻസാ, അല്ലെങ്കിൽ നമുക്ക് തന്നെത്താനെ ഉണ്ടാവുന്ന ഒരു ആഗ്രഹമാണ് അത്. ദൈവത്തിന്റെ വില്ലാണോ അതെന്നുള്ളത് നമ്മൾ ചോദിക്കണം. അതാണ് നമ്മളെ എപ്പോഴും റൈറ്റ് ഡിസിഷനിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡിസയേഴ്സ് ഉണ്ട്, നമ്മുടെ വില്ലുണ്ട്. പക്ഷേ പല സമയത്തും നമ്മുടെ വില്ല് ദൈവത്തിന്റെ വില്ലാകണമെന്നില്ല. അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ ചിന്തിക്കണം, ദൈവത്തിന്റെ വിൽ നമ്മുടെ വില്ലാകണമെന്നില്ല എപ്പോഴും. പക്ഷേ എന്താണ് നമ്മുടെ ജീവിതത്തിന് ബ്ലെസ്സിങ്, അല്ലെ നമ്മുടെ ജീവിതത്തിന് സക്സസ് എന്ന് പറയുന്നത് എന്താ? ബീയിങ് ഇൻ ഗോഡ്സ് വിൽ ഡിറ്റർമൈൻസ് ആർ സക്സസ്. നമ്മുടെ ജീവിതത്തിലെ സക്സസിനെ നിർണയിക്കുന്നത് ദൈവത്തിന്റെ ഹിതത്തിൽ നമ്മൾ ആയിരിക്കുന്നതാണ്. അപ്പോ ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പലപ്പോഴും നമ്മുടെ ഡിസയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വില്ലിന് നമ്മൾ സറണ്ടർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഫോർഫീറ്റ് ചെയ്യണം ദൈവത്തിന്റെ വിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കാനായിട്ട്. പലപ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരല്ലേ, ലോർഡ് ഐ വോണ്ട് ടു സ്റ്റഡി ദിസ്, ഓർ ഐ വോണ്ട് ടു ഹാവ് ദിസ്, ബട്ട് ലെറ്റ് യുവർ വിൽ ബി ഡൺ. നമ്മൾ ചില സമയത്ത് പ്രാർത്ഥിക്കുന്നതല്ല, ദൈവം എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ബട്ട് എന്റെ പ്രാർത്ഥന ചെയ്താ ലോർഡ് ലെറ്റ് യുവർ വിൽ ബി ഡൺ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിലും ഡീപ് ഡൗൺ ഇൻ അവർ ഹാർട്ട്സ് വി വോണ്ട് ഗോഡ് ടു സേ യെസ് ടു അവർ വിൽ, റൈറ്റ്? നമ്മുടെ ഒരു പക്ഷേ നമുക്ക് രണ്ട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം. For example, you are studying in Amal Jyoti Engineering College, and you have another option also. So you're placing both these before God and saying that, but in deep down in your heart, you want an admission in Amal Jyoti. But God's will may be you have to join another college. അതായിരിക്കാം. But പ്രാർത്ഥിക്കുമ്പോഴും God let your will be done എന്ന് നമ്മൾ പറയുമ്പോഴും ഡീപ് ഡൗൺ ഇൻ ആ ഹാർട്ട് നമ്മുടെ ആഗ്രഹം എന്താ? ദൈവം എന്തിനോട് യെസ് പറയണം? അമൽ ജ്യോതി എന്നുള്ള ഓപ്ഷനോട് ദൈവം യെസ് പറയണം. ഇതല്ലേ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്ന ചിന്ത. ബട്ട് ദൈവത്തിന്റെ വില്ലിലാകുക എന്ന് പറയാൻ ഇത്തിരി പെയിൻഫുൾ ടാസ്ക് ആണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സുവിശേഷ വേലയിലായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഡിഗ്രി ചെയ്തത് ബികോം ആയിരുന്നു. അപ്പോ ഞാൻ ബികോം ചെയ്തുകൊണ്ടിരുന്ന സമയത്തും പഠിക്കാനൊക്കെ ദൈവത്തിന്റെ കരുണ കൊണ്ട് നന്നായി പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി പ്രഷർ ഉണ്ടായിരുന്നു ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നും സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്നും ഒക്കെ. യു ഷുഡ് ഗോ ഫോർ ഫർദർ സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്ന് വെച്ചാൽ MCOM അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്ത് ഷുഡ് ഗെറ്റ് എ ഗുഡ് ജോബ് എന്നൊരു ചിന്ത എന്റെ ഉള്ളിലുണ്ടായിരുന്നു. ബട്ട് എന്റെ ചൈൽഡ്ഹുഡ് തൊട്ട് തന്നെ എന്റെ മനസ്സിലുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു ഷുഡ് ഡു മിനിസ്ട്രി എന്നുള്ള ഒരു ചിന്തയും കൂടെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോ നമുക്കറിയാം, നമ്മുടെ ഇച്ചിരൂടെ വളർന്ന ഒരു യൂത്ത് സ്റ്റേജിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ പിയർ പ്രഷർ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. സോ എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഐ മസ്റ്റ് ബി യൂസ്ഫുൾ ടു ദ കിങ്ഡം ഓഫ് ഗോഡ് എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ തന്നെയും ഈ ഒരു പിയർ പ്രഷർ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ദൈവത്തിന്റെ ഹിതം ഒരു സൈഡിൽ നിൽക്കുന്നു, ഗോഡ്സ് വിൽ സ്റ്റാൻഡ്സ് ഇൻ വൺ സൈഡ് ആൻഡ് ദി അതർ സൈഡ് ഐ ഹാവ് മൈ ഓൺ ഡിസയേഴ്സ് ഓൾസോ. അപ്പോ ഇത് തമ്മിൽ വളരെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു, എനിക്കിത് മനസ്സിലാവുന്നു ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ വിൽ നമുക്ക് റിവീൽ ചെയ്ത് തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വില്ല് ഒരു സൈഡ് നിൽക്കുന്നത് വലിയ ടെൻഷൻ ഉള്ള ഒരു കാര്യമാണ്, വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ദർ ഇസ് എ പുൾ ബിറ്റ്വീൻ ദീസ് ടു. അപ്പോ ഏത് സൈഡിലേക്ക് നമ്മൾ പോകുന്നു എന്നതാണ് നമ്മുടെ ഡെസ്റ്റിനിയെ ഡിഫൈൻ ചെയ്യുന്നത് മനസ്സിലാക്കണം. ഇവിടെയാണ് ഡിസിഷൻസിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഐ ഹോപ്പ് യു ആർ ഫോളോയിങ് മീ, റൈറ്റ്? യാ. അപ്പോ അങ്ങനെ ആയിരുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഗോഡ് ഷോ മീ യുവർ വിൽ, ഷോ മീ യുവർ പാത്ത് ദാറ്റ് ഐ വിൽ മൂവ് അക്കോർഡിംഗ് ടു ദാറ്റ് എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച സമയത്ത് ദൈവത്തിന്റെ ഇഷ്ടം എനിക്ക് വെളിപ്പെടുത്തി തന്നു. നിങ്ങൾക്കറിയാം എങ്ങനെയാണെന്ന്. ഒരു ഡ്രീമിൽ കൂടിയാണ് ദൈവം എനിക്കിത് പറഞ്ഞു തന്നത്. ഞാൻ MCOMനല്ല പോകേണ്ടത്, പഠിക്കണം, മിനിസ്ട്രിയിലായിരിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ഒരു ടെസ്റ്റിമണി കേട്ട സമയത്തും കൂടെ ദൈവം എന്നോട് പറഞ്ഞത് എനിക്കൊരു കൺഫർമേഷനും ദൈവം തന്നു. സോ നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ വിൽ ഫോളോ ചെയ്യാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം തീർച്ചയായിട്ടും നമ്മളോട് സംസാരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ സെർവ് ചെയ്യുന്ന ദൈവം
നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കുന്ന ദൈവമാണ്. നമ്മൾ പറയുന്നത് കേൾക്കുക മാത്രമല്ല, നമ്മളോട് സംസാരിക്കുകയും കൂടെ ചെയ്യുന്ന ദൈവമാണ്. സോ നമ്മൾ എപ്പോൾ ദൈവത്തിന്റെ വില്ലിന് വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ ദൈവത്തിന്റെ സന്ധിയിലായിരിക്കുന്നു, ദൈവം തീർച്ചയായിട്ടും നമ്മളോട് സംസാരിക്കും. ബട്ട് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, വെദർ വി ചൂസ് ടു ഫോളോ ഗോഡ്സ് വിൽ ഓർ സ്റ്റിൽ ചൂസ് ടു ഫോളോ അവർ വിൽ, അതാണ് ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത്. പക്ഷെ എപ്പോഴും മനസ്സിലാക്കിക്കോണം, ജീവിതത്തിന്റെ സക്സസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിൽ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതിന് പലപ്പോഴും നമ്മൾ നമ്മുടെ വില്ല് ഫോർഫിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഹ്യൂമൻ ഡിസയർ, ഞാൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി അങ്ങനെ ഫോർഫിറ്റ് ചെയ്യുകയും മിനിസ്ട്രിയിൽ ഇങ്ങനെ ആയിരിക്കാൻ ദൈവം എന്നെ സഹായിക്കുകയും ചെയ്തു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്ന കാര്യം. പലപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെ ഫോർഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നിർണായകമായിട്ടുള്ള, വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മുടെ ലോർഡ് ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ജീസസ് നമ്മുടെ ലോർഡ് ആയിരിക്കുമ്പോഴാണ് ജീസസിന്റെ വില്ല് നമ്മുടെ ജീവിതത്തിൽ ഫുൾഫിൽ ആവുന്നത്, അല്ലെ? ലോർഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പലപ്പോഴും പറയാറില്ല, ജീസസ് ഐ അക്സെപ്റ്റഡ് യു ആസ് മൈ ലോർഡ് ആൻഡ് സേവിയർ, ഇല്ലേ? നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ല, അല്ലെങ്കിൽ ഇനി രക്ഷിക്കപ്പെടാനുള്ളവർ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ജീസസിനെ ലോർഡ് ആൻഡ് സേവിയർ എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഡിസൈപ്പിൾഷിപ്പിന്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. സോ ജീസസിനെ ലോർഡ് ആൻഡ് സേവിയർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ലോർഡ്, ആ വാക്കിന്റെ അർത്ഥം എന്താണ്? someone who rules you or someone who reigns over your life. അതാണ് അതിന്റെ അർത്ഥം, ലോർഡ് എന്ന വാക്കിന്റെ അർത്ഥം. സോ ജീസസിന്റെ വില്ല് നിങ്ങളുടെ ജീവിതത്തിൽ ഫുൾഫിൽ ആകണമെങ്കിൽ ജീസസ് മസ്റ്റ് ബിക്കം യുവർ ലോർഡ്. നിങ്ങളുടെ ലോർഡ് ആയി മാറണമെങ്കിലേ ജീസസിന്റെ വില്ല് നിങ്ങളുടെ ജീവിതത്തിൽ ഫുൾഫിൽ ആവത്തുള്ളൂ. നമ്മൾ പലപ്പോഴും വാ കൊണ്ട് പറയത്തേ ഉള്ളൂ, ജീസസ് യു ആർ മൈ ലോർഡ് ആൻഡ് യു ആർ മൈ സേവിയർ എന്ന് പറയത്തേ ഉള്ളൂ. ബട്ട് ജീസസ് നമ്മുടെ ജീവിതത്തിന്റെ ലോർഡ് ആകാത്തിടത്തോളം നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ്, നമ്മൾ മാനുഷികമായി എടുക്കുന്ന ഡിസിഷൻസ് ദാറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ ബിഗ് ഫെയിലിയർ. അത് നമ്മൾ മനസ്സിലാക്കണം. ജീസസ് നമ്മുടെ ജീവിതത്തിന്റെ ലോർഡ് ആകുമ്പോൾ he is going to rule our life and he is going to determine what you must do or what you must follow. ജീസസ് ആ എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് വെച്ചാൽ ജീസസ് ടേക്കിംഗ് ഫുൾ കൺട്രോൾ ഓവർ യുവർ ലൈഫ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം നമ്മുടെ ജീവിതത്തെ കുറിച്ച്. സോ ജീസസിനെ ഫോളോ ചെയ്യാൻ എടുക്കുന്ന ഈ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റിംഗ് ഹിം ആസ് ദ ലോർഡ് ഓവർ യുവർ ലൈഫ്. അത് നിങ്ങളുടെ ജീവിതത്തെ ഡിഫൈൻ ചെയ്യും. ഏത് കോളേജിൽ പഠിക്കണം, ഏത് കോഴ്സ് എടുക്കണം, ആരെ മാരി ചെയ്യണം, എല്ലാം ജീസസ് ആണ് പറയാൻ പോകുന്നത് നിങ്ങളോട്. എന്നിട്ട് നിങ്ങൾ ജീസസ് പറയുന്നതിനെ അതുപോലെ ഫോളോ ചെയ്യുന്നു. അതാണ് യഥാർത്ഥത്തിൽ റൈറ്റ് ഡിസിഷൻസ് എടുക്കുക എന്നതിന്റെ കീ എന്ന് പറയുന്നത്. ബീയിങ് ഇൻ ഗോഡ്സ് വിൽ. ബീയിങ് ഇൻ ഗോഡ്സ് വിൽ എന്ന് പറയുമ്പോൾ ജീസസ് നിങ്ങളുടെ ലോർഡ് ആയി തീരുക. നമ്മൾ റോമൻസ് ചാപ്റ്റർ 10:9 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. നമ്മൾ എസ്പെഷ്യലി രക്ഷിക്കപ്പെടുന്ന സമയത്തൊക്കെ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമാണ്. ഇഫ് യു ഡിക്ലെയർ വിത്ത് യുവർ മൗത്ത് ജീസസ് ഈസ് ലോർഡ് and believe in your heart that God raised him from the dead, you will be saved. എന്നാണ് നമുക്ക് ആ വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നത്. ഞാൻ അതിന്റെ മലയാളം കൂടെ വായിച്ചു കേൾപ്പിക്കാം. 10:9 ഇങ്ങനെ വായിക്കുന്നത്: യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. സോ വായ് കൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രമായിട്ടില്ല, യു മസ്റ്റ് ബിലീവ് ഇൻ അവർ ഹാർട്ട്സ്. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കണം. സോ ദാറ്റ്സ് വെയർ വി മേക്ക് ദ ഡിസിഷൻ. നമ്മൾ എന്താണ് ഡിസിഷൻ ചെയ്യുന്നത്? കർത്താവെ, അങ്ങ് വന്ന് എന്റെ ജീവിതത്തിലെ ലോർഡാണ്. ഇനി എന്റെ ഇഷ്ടങ്ങളൊന്നുമല്ല കർത്താവെ, അവിടുത്തെ ഇഷ്ടം മാത്രം എന്റെ ജീവിതത്തിൽ പൂർണ്ണമാകണമേ. സോ വെൻ വി മേക്ക് ദാറ്റ് പ്രെയർ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ വിൽ നമ്മൾ ഫോർഫീറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് നോട്ട് ആൻ ഈസി ടാസ്ക്. ഞാൻ പറയട്ടെ, ഓപ്പൺലി ഞാൻ പറയട്ടെ, ദാറ്റ് ഇസ് നോട്ട് ആൻ ഈസി ടാസ്ക്. അത് നമുക്ക് നമ്മുടെ മാനുഷികമായ നമ്മുടെ ആഗ്രഹങ്ങളുണ്ട്. ബട്ട് ആഫ്റ്റർ നോയിങ് ഗോഡ്സ് വിൽ, നമ്മൾ സ്റ്റിൽ നമ്മുടെ വിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വി വിൽ എൻഡ് അപ്പ് ഡൂയിങ് മിസ്റ്റേക്സ്. എന്നാൽ ദൈവത്തിന്റെ വിൽ ദൈവം നമുക്ക് റിവീൽ ചെയ്ത് കഴിയുമ്പോൾ, ദോ ഇറ്റ് ഇസ് പെയിൻഫുൾ ഫോർ എ മൊമെന്റ്, പിന്നീട് നമുക്കതൊരു വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം, അല്ലെങ്കിൽ ദൈവം പറയുന്ന പോലെ ഡിസിഷൻ എടുത്താൽ യുവർ ഡെസ്റ്റിനി ഈസ് സെക്യൂർഡ്. മനസ്സിലാക്കണം. അപ്പം നമുക്ക് ആ സമയത്ത് ആ ഒരു മൊമെന്ററി പെയിൻ ഉണ്ടായെങ്കിലും ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി നമ്മളെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഡെസ്റ്റിനി സെക്യൂർ ആണെന്നുള്ള ആ വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം.
നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും പണ്ഡിത രമാബായി എന്ന് പറയുന്നത്. മുക്തി മിഷന്റെ ഒക്കെ ഒരു സ്ഥാപകയായിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രവർത്തിച്ച് അറിയപ്പെട്ട ഒരു വനിതയാണ് പണ്ഡിത രമാബായി. She once made a statement like this. I'll read it for you. A life totally committed to God has nothing to fear, nothing to lose, nothing to regret. ഇതാണ് പണ്ഡിത രമാബായി പറഞ്ഞത്. ഞാൻ മലയാളത്തിലും കൂടെ അത് വായിക്കാം. ദൈവത്തിനായി മുഴുവനായി സമർപ്പിച്ച ഒരു ജീവിതത്തിന് ഭയപ്പെടുവാനോ നഷ്ടപ്പെടുവാനോ പശ്ചാത്തപിക്കാനോ ഏതുമില്ല. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജീവിതമാണെന്ന് മനസ്സിലാക്കിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ദൈവം നമ്മളൊരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഗൈഡ് ചെയ്താൽ ഒരിക്കലും അവിടെ നമ്മളെ ഡിസ്ട്രക്ഷനിലേക്ക് കൊണ്ടുപോകത്തില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ബീയിങ് ഇൻ ഗോഡ്സ് വിൽ ഈസ് ദ ഗ്രേറ്റസ്റ്റ് തിങ് ദാറ്റ് വി ക്യാൻ ഡു ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തരമായ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വില്ലിലായിരിക്കുക, ദൈവം പറയുന്ന പോലെ ജീവിക്കുക, യേശു നമ്മുടെ ജീവിതത്തിന്റെ ലോഡാകുക, അവിടെ നമ്മുടെ ഓരോ സ്റ്റെപ്പിനെ നിയന്ത്രിക്കുക. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ സക്സസ്, അല്ലെങ്കിൽ ജീവിതത്തിന് അതിന്റെ അർത്ഥം, നമ്മുടെ ലൈഫ് മീനിങ് ഫുൾ ആവുന്നത് അപ്പോഴാണ്. ഇപ്പോ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കട്ടെ, അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ എത്ര പേര് തയ്യാറാണ്? കർത്താവെ, അങ്ങ് മതി എന്റെ ജീവിതത്തിൽ ഞാൻ റോങ് ഡിസിഷൻസ് ഒക്കെ ഉണ്ടാക്കി, ദൈവമേ അതിനോട് ക്ഷമിക്കണം. കാര്യം അങ്ങേ ഞാൻ ലോഡായിട്ട് പലപ്പോഴും ഞാൻ വാക്കുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, ബട്ട് ആ ലോഡ്ഷിപ്പിന്റെ മീനിങ് ഞാൻ ശരിക്കും മനസ്സിലാക്കില്ലായിരുന്നു കർത്താവ്. എന്റെ ജീവിതത്തിൽ ഓരോ ബിറ്റ്സ് ആൻഡ് പീസസിനെ അവിടുന്ന് നിയന്ത്രിക്കുന്നതാണ് ലോഡ്ഷിപ്പ് എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല കർത്താവെ. എന്നെ അവിടുന്ന് സഹായിക്കണമേ. നമുക്ക് ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്താൻ പോലും ഒരു നിമിഷം. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ചിന്തിച്ചേ, ആ പണ്ഡിത രമാബായി പറഞ്ഞ പോലെ ഒരു സ്റ്റേറ്റ്മെന്റ്, ദൈവത്തിന് വേണ്ടി ടോട്ടലി കമ്മിറ്റ് ചെയ്ത ഒരു ലൈഫിൽ ഒന്നിനെ കുറിച്ചും പേടിക്കാനില്ല, ഒന്നിനെ കുറിച്ചും റിഗ്രറ്റ് ചെയ്യാനില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നിനെ കുറിച്ചും നത്തിങ് ടു ഫിയർ, നത്തിങ് ടു ലൂസ് ആൻഡ് നത്തിങ് ടു റിഗ്രറ്റ്. തൽക്കാലം നമുക്ക് നമ്മുടെ വില്ലിനെ സറണ്ടർ ചെയ്യാന്ന് പറയുന്നത് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണെങ്കിലും there is nothing to lose in that, in the light of eternity. നിത്യതയുടെ ലക്ഷ്യത്തിൽ അതൊന്നും നഷ്ടമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ ദൈവത്തിന് നമ്മൾ ഓരോരുത്തരോട് ഇന്ന് ചോദിക്കാനുള്ള ചോദ്യം, നമ്മളുടെ ജീവിതത്തിന്റെ ഡിസിഷൻ നിർണ്ണയിക്കുന്നതിന്റെ ഫുൾ കൺട്രോളും നിങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കുമോ? യേശുവിനെ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക എന്ന് പറയുന്ന ആ വലിയ പ്രോസസ്, ആ വലിയൊരു കാര്യത്തിൽ ജീസസിന്റെ ലോർഡ്ഷിപ്പ് കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്തിട്ട്, കർത്താവെ ഇനി എന്റെ ഇഷ്ടങ്ങൾ ഒന്നുമല്ല, അവിടുത്തെ ഇഷ്ടം മാത്രം, അവിടുന്ന് എങ്ങനെ എന്നെ നയിക്കുന്നു അത് എവിടെ ആയിക്കോട്ടെ, ഐ എം റെഡി ടു ഫോളോ യു, ഐ എം റെഡി ടു സറണ്ടർ മൈ ലൈഫ് ടു യു ആൻഡ് മേ യു ബി ദ ലോർഡ് ആൻഡ് സേവിയർ ഓഫ് മൈ ലൈഫ്. നമുക്ക് അങ്ങനെ ഒരു പ്രെയർ ചെയ്യാമോ? നമുക്ക് എല്ലാം അറിയാവുന്ന ഒരു പാട്ടാണ്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, no turning back, no turning back. Though none go with me, I still will follow, no turning back. നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു ലൈഫ് നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ യേശുവിനെ മാത്രം മതി, യേശു മാത്രം മതി എന്റെ ജീവിതത്തിന്റെ എല്ലാമായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കണം, സംടൈംസ് അവർ പേരൻസ് വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ആർ അപ് ടു. നമ്മുടെ കൊളീഗ്സ് അല്ലെ, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ സൊസൈറ്റി അല്ലെ, നമ്മുടെ റിലേറ്റീവ്സ് മനസ്സിലാക്കത്തില്ല. ചിലപ്പം വിചാരിക്കും നമുക്ക് എന്തോ മണ്ടത്തരം ഉണ്ടെന്ന്. കാര്യം യൂത്ത് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവരുടെ ഡിസയർ മനസ്സിലാക്കി മുമ്പോട്ട് പോകുക. അതാണ് വേൾഡ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. ദൈവത്തിന്റെ വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദൈവത്തിന്റെ വില്ലിലായിരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോ നിങ്ങൾ ഒരു ലൂസർ ആണെന്ന് തോന്നിയാലും നിത്യതയുടെ വെളിച്ചത്തിൽ യു ആർ ദ സക്സസ്ഫുൾ പേഴ്സൺ. സോ നമ്മൾ ഡിസിഷൻസ് മേക്ക് ചെയ്യുമ്പോൾ ചിന്തിക്കുക, എങ്ങോട്ടാണ് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നത്. മനസ്സിലാക്കണം, നമ്മൾ ചെയ്യുന്ന മൈനർ ആണെങ്കിലും മേജർ ഡിസിഷൻസ് ആണെങ്കിലും ദാറ്റ് ഡിഫൈൻസ് എ ഡെസ്റ്റിനി. You choose to follow Jesus. യേശുവിനെ പിന്തുടർന്നാൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കർത്താവ് നമ്മളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ബെൻസി ചേച്ചി. ചേച്ചി പറഞ്ഞ മെസ്സേജിനോട് ദൈവത്തെ സ്തുതിക്കുന്നു. ചേച്ചി ഇനി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ചേച്ചി പറഞ്ഞതുമായിട്ട് ആഡ് ചെയ്യാണ് ഞാനൊരു വേഴ്സ് വായിക്കുകയാണ്. സാംസ് 143 വേഴ്സ് 10. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എന്റെ ദൈവമാകുന്നുവല്ലോ, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. അതുപോലെ ദൈവം പഠിപ്പിച്ചാല് അത് റൈറ്റ് ഡിസിഷൻ ആയിരിക്കും. ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, നമ്മളൊരു ആടി ഉലയുന്ന ഒരു സമുദ്രത്തിൽ ഒരു കപ്പലിൽ നമ്മൾ യാത്ര ചെയ്യുവാണെങ്കിൽ ദൈവം നമ്മുടെ പൈലറ്റ് ആയിട്ട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പേടിക്കേണ്ട, നമ്മൾ കറക്റ്റ് സ്ഥലത്ത് ചെന്നെത്തും.
ദൈവജനത്തെ ഒന്നും കൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. ജോബി അങ്കിളിനെ പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ശരിയായതുള്ള ഒരു പാത തിരഞ്ഞെടുക്കുവാൻ കർത്താവെ ഞങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം അവസരം നൽകണമേ. കർത്താവെ, അത് ശരിയാണോ എന്ന് ഒന്നുകൂടെ വിലയിരുത്തുവാൻ, ദൈവഹിതത്തോടനുബന്ധിച്ച് വിലയിരുത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. പ്രീവൻസിക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ കർത്താവെ ദൈവം ഉപയോഗിച്ചല്ലോ, നീ അനുഗ്രഹിക്കണമേ. വന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഈ ഉദ്യമത്തെ കർത്താവെ അനുഗ്രഹിക്കണമേ. അനേകർക്ക് അനുഗ്രഹമായിരിക്കാൻ, അനേകരുടെ നിത്യതയിലേക്കുള്ള വളർച്ചയ്ക്ക് കാരണമായിരിക്കാൻ കർത്താവ് വീണ്ടും ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ വീണ്ടും കൂടെ ഇരിക്കുകയും സഹായിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും കർത്താവ് എല്ലാ കൃപകളും ഞങ്ങൾക്ക് ദിനംതോറും ഞങ്ങളെ തന്ന് ജയോത്സവത്തോടെ വഴി നടത്തുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ കൊള്ളാവുന്നവരായി നിത്യതയെ ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് യാത്ര ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബൈ ഓൾ. Thank you. God bless you all. Thank you. Good, Kevin. God bless you. Yogi Uncle, thanks for coming. Good. Yeah. Then see, it was good. Sean, it's good. Yes, thank you. Yeah. Thank you. God bless you. God bless you all.